ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മീൻകറിയാണ്. ഞാനിവിടെ വളരെ ചെറിയ മീനാണ് ഈ കറി വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഏത് തരം മീനായാലും ഇതേ രീതിയിൽ കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നല്ലൊരു സൂപ്പർ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കറിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോവാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ കറിയുടെ റെസിപ്പി വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. ഇതാണ് വേളൂരി എന്ന് പറയുന്ന മീൻ. ഞാനൊരു 200 ഗ്രാം മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയതിലേക്ക് ഒരു 10 കൊച്ചുള്ളി രണ്ടായി കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും ഒരു 5-6 വെളുത്തുള്ളി മല്ലിയും അതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് നേരം നമുക്ക് വഴറ്റിയെടുക്കാം. അതായത് ചെറിയ ഉള്ളി ഒന്ന് കളർ മാറുന്നത് വരെ. ചിലപ്പോൾ 2, 2.5, 3 മിനിറ്റൊക്കെ വഴറ്റേണ്ടി വരും. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് കളറായി വന്നാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 തക്കാളി ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 സെക്കൻഡ് നേരം വഴറ്റിയെടുക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചേർക്കുന്നത് ഉപ്പാണ്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നേരം ചെറിയ തീയിൽ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. പിന്നെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സ്വല്പം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 30 സെക്കൻഡിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി വഴറ്റിയെടുക്കാം. അതായത് ഈ വെള്ളം ഡ്രൈ ആവുന്നത് വരെ ചെറിയ തീയിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാം എന്നർത്ഥം. അപ്പോൾ ഇത് 2 മിനിറ്റ് വഴറ്റിയപ്പോൾ ഇവിടെ വെള്ളം എല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മസാലപ്പൊടികൾ നല്ല രീതിയിൽ മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 മുറി നാളികേരം, ഒരുപാട് തേങ്ങ അരയ്ക്കരുത് കേട്ടോ, കാരണം ചെറിയ മീനാണ്, വളരെ കുറച്ച് കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 1/4 മുറി നാളികേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെറുതെ ഒരു 30 സെക്കൻഡ് നേരം ഈ മസാലയോട് കൂടി ഒന്ന് ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടെ അതിലിട്ട് കൊടുക്കാം. ഞാനത് ഒരു ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. ആ ചട്ടിയിലേക്ക് നമ്മൾ അരച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഈ മസാല അരച്ചത് കേട്ടോ, കാരണം ഇതിൻ്റെ ചെറിയ മിക്സിയുടെ ജാറാണ്. അപ്പോൾ അതിലേക്ക് 2 പ്രാവശ്യം അരച്ചപ്പോഴാണ് അത് റെഡിയായത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. സ്വല്പം പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. പുളി ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. അതുകൂടാതെ ഇനി ഗ്രേവിക്ക് എത്ര തിക്ക് ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കരുത്. ഇത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഹോട്ടൽ സ്റ്റൈലിലുള്ള, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മീൻ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ആവോലി, അയക്കുറ, സ്രാവ്, ഇതൊക്കെ ഈ രീതിയിൽ വെച്ചാൽ ഒരുപാട് ടേസ്റ്റുള്ള കറിയായിരിക്കും. ഇത് നമ്മുടെ ചെറിയ മീനായതുകൊണ്ട് അത്ര ഒരു രുചികരമാവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, പുളിയെല്ലാം കുറവുണ്ടെങ്കിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രം അടച്ച് വെച്ചിട്ട് തിള വരുന്നത് വരെ വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേളൂരി എന്ന് പറയുന്ന മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ ഒരു തരം മീനാണ്. അത്ര രുചികരം ആവും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. മത്തി, അയില, അയക്കുറ, ആവോലി, കേര, ഈ തരം മീനുകളൊക്കെ ഇതേപോലെ കറി ഉണ്ടാക്കിയാൽ അതീവ രുചികരമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തതുകൊണ്ട് അത്രയധികം എരിവുണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 6 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഈ മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല. 6 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള കറി, രുചികരമായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിലേക്ക്
ഇനി ഒന്ന് വറവിടാനുണ്ട്. അപ്പോൾ കറി ഇവിടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചെറിയ ഫ്രൈ പാൻ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഈ ഫ്രൈ പാനിലേക്കും നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. അത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങിയാൽ ചെറിയ ഉള്ളി, ഒരു 6 or 7 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുത്തിട്ട്, ഗോൾഡൻ ബ്രൗൺ ആയാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ രുചികരമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനോജനാഥൻ. ബൈ.